വേദപുസ്തകത്തിൽ അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങളെ ദൈവസഭയെ ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നു. ശ്രദ്ധയോടെ ദൈവജനം അത് ആ വാക്യം, ബൈബിൾ തുറന്ന വാക്യം നോക്കി കേട്ട് ഗ്രഹിക്കുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതിയറിയിപ്പാൻ ആവശ്യമില്ല. കള്ളൻ രാത്രി വരും പോലെ കർത്താവിൻ്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവൾക്ക് പെട്ടെന്ന് നാശം വന്നു ഭവിക്കും. അവർക്ക് തെറ്റിയൊഴിയാവുന്നതുമല്ല. എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളനെന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളും ആകുന്നു. നാം രാത്രിക്കും ഇരുളിനുമുള്ളവരല്ല. ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമായിരിക്കുക. ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു. നാമോ പകലിനുള്ളവരാകയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക. ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം രക്ഷ പ്രാപിപ്പാനത്രേ നിയമിച്ചിരിക്കുന്നത്. ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീക വർധന വരുത്തിയും പോരുവിൻ. ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീക വർധന വരുത്തിയും പോരുവിൻ. പ്രിയ ദൈവജനമേ, കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായി. കാലങ്ങളെയും സമയങ്ങളെയും നമുക്ക് എഴുതി അറിയിക്കേണ്ട കാര്യമില്ല. കർത്താവിൻ്റെ നാൾ ഏറ്റവും അടുത്തിരിക്കുകയാണ്. ആ കർത്താവിൻ്റെ നാളിന് വേണ്ടി കാത്തിരിക്കുന്ന നമുക്ക് ഹല്ലേലൂയ, നമ്മുടെ വിശ്വാസത്തെ ഒന്നുകൂടെ ഉണർത്തി ആത്മീക മനുഷ്യനെ ഉണർവോടുകൂടെ മുന്നോട്ട് നയിച്ചുകൊണ്ട് ദൈവസഭയെ നമുക്ക് മുന്നേറാം.